പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മുഖത്തെ ആനന്ദം ഈ സാബത്ത് ദിനത്തില്, ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ ബലിയർപ്പിച്ചതിന്റെ ആനന്ദമാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 27:15. അതായത് ഒരു ശ്രേഷ്ഠന്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് തീം. അതായത് ഇവിടെ കാണുന്നത് വചനം ഇങ്ങനെയാണ്: കാറ്റിനെ എതിർത്ത് നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല, അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിന്റെ വഴിക്ക് തന്നെ പോയി. അതായത് 27-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പൗലോസിനെയും അതുപോലെ തന്നെ സഹോദരരെയും അവനെ അറസ്റ്റ് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞു, നോക്കി ഇതിലൂടെ പോകുന്നത് അപകടകരമാണ്. ശതാധിപൻ, അതായത് ഒരു പോലീസിന്റെ മെയിനാണ്, പട്ടാളത്തിന്റെ മെയിനാണ് ശതാധിപൻ, 100 പേരുടെ. അപ്പോൾ ഈ ശതാധിപൻ പൗലോസ് പറഞ്ഞു, ഈ വഴിയിലൂടെ പോവുകയാണെന്നല്ലേ ഇത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു പറഞ്ഞു. ശതാധിപൻ ആരെ കേട്ടെന്നറിയാമോ? ശതാധിപൻ ബുദ്ധി കൊണ്ട് നമ്മളുടെ കപ്പിത്താനെയും കപ്പലിന്റെ ഉടമയെയും കേട്ടു. പൗലോസ് പറഞ്ഞത് കേട്ടില്ല. അതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അപ്പം പറയാണ്, കാറ്റിനെ എതിർത്ത് നിൽക്കുവാൻ കപ്പലിന് കഴിഞ്ഞില്ല, അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിന്റെ വഴിക്ക് പോയി. പ്രിയ സഹോദരങ്ങളെ, ചില കാര്യങ്ങളിൽ നമ്മുടെ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ടില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കേട്ടില്ലെങ്കിൽ, പ്രിയ യുവാക്കന്മാരെ, നിങ്ങളുടെ ചിലപ്പോൾ ജീവിതാന്തസ്സായിട്ട് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങളുടെ നല്ല മാതാപിതാക്കളുടെ സ്വരം നിങ്ങൾ കേട്ടില്ലെങ്കിൽ, നോക്കിയേ, ഈ വചനം അന്വർത്ഥകമാകും. പ്രിയ മക്കളെ, ബിസിനസ്സുകാരെ, ചില കാര്യങ്ങളിൽ ശ്രേഷ്ഠരുടെ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിൻ്റെ വഴിക്ക് പോയതിൻ്റെ തിക്താനുഭവങ്ങളാണ് ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ അടുക്കിലേക്ക് കുറേ കേസുകൾ വരുന്നത്. അച്ഛാ, ഇന്ന് തുടങ്ങണേക്കാളും മുമ്പ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ തന്നിഷ്ടവും ധാർഷ്ട്യവും കാണിച്ച് ഞങ്ങൾ കുഴിയിൽ ചാടി. ഇപ്പോൾ ഈ വചനം കറക്റ്റ് അവരെ സംബന്ധിച്ച്. കാറ്റിനെ എതിർത്ത് നിൽക്കുവാൻ അതിന് കഴിഞ്ഞില്ല, അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിൻ്റെ വഴിക്ക്. ദൈവമേ, തെറ്റുപറ്റി കർത്താവേ, മാപ്പ് തരണം. ഈശോയെ, അങ്ങ് പറഞ്ഞ വഴികളിൽ ഞങ്ങൾ പൊക്കോളാം കർത്താവേ. ഈശോയെ, ഈ മക്കളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും.